കൊണ്ട് ഗ്രാഫിലെ മുഴുവൻ കാര്യങ്ങളും പഠിക്കാം. 2 ടൈപ്പ് ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫും. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണെങ്കിൽ അത് ആ വസ്തു റെസ്റ്റിലാണെന്നാണ് പറയുന്നത്, വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന് കേട്ടോ. നെക്സ്റ്റ് ഇതാ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ ആ വസ്തു സമവേഗത്തിലാണ്, യൂണിഫോം സ്പീഡിലാണ്. ഇനി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് പഠിക്കാം. ദാ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്, യൂണിഫോം വെലോസിറ്റിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ ഇനി ഇങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ആക്സിലറേഷൻ, ത്വരണത്തെ സൂചിപ്പിക്കുന്നത്. ഇനി നേരെ തിരിച്ച് വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, അതാണ് ഡീസലറേഷൻ, മന്ദീകരണം. ഇനി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്കൊരു ഗ്രാഫ് തന്നിട്ട്, ഏത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളോട് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 8 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 8 സെക്കൻഡ് വരെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഗ്രാഫിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക? ഹാഫ് BH അല്ലേ, ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഹാഫ് അല്ലേ? അപ്പൊ അത് ആ ബ്രെഡ്ത്ത് കിട്ടിയില്ലേ 8. ഇനി നമുക്ക് സംശയം, ഈ ഹൈറ്റ് എങ്ങനെ കിട്ടും? അത് സിമ്പിൾ അല്ലേ, അത് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതും കിട്ടും. സെറ്റ് ആണല്ലോ. സോ സിമ്പിൾ ആയിട്ട് ഇതാ ഞാനിവിടെ ഇതിന്റെ ഏരിയ വഴി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹാഫ് BH, ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഇങ്ങോട്ട് വരച്ചപ്പോൾ എനിക്ക് കിട്ടി 40. സോ ഹാഫ് BH വി ഗോട്ട് 160 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. 6 സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം കണ്ടുപിടിക്കുക. സോ കമന്റ് ബിലോ.